നമ്മൾ രാവിലെ വർക്ക്ഷോപ്പിൽ വന്ന് വണ്ടിക്ക് ഒരു ടയർ പൊട്ടിയതായിരുന്നു. ആ ടയർ പൊട്ടിയത് മാറ്റി ഞാനങ്ങനെ ശങ്കറിലേക്ക് പോവുകയാണ്. ഇതാണ് ശങ്കറിലേക്ക് പോകുന്ന വഴി. ഈ റോഡിൽ ചെറിയ വണ്ടികൾ കൂടുതലാണ്. ഇന്നലെ നമ്മൾ രാത്രി വന്നിട്ട് 12 മണിയൊക്കെ ഇപ്പം ഇവിടെ എത്തി. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പകൽ ലോഡ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് രാത്രി പാസ് ഉണ്ടായിരുന്നു. പക്ഷെ വിളിച്ച് പറയാൻ പറ്റി, അതുകൊണ്ട് വിളിച്ച് പറഞ്ഞില്ല. ഇന്ന് ലോഡ് എടുക്കാമെന്ന് വിചാരിച്ചു. രാത്രി നമുക്ക് ഈ ഓവർ ബ്രിഡ്ജിൻ്റെ അടിയിൽ കൂടെ വേണമെങ്കിൽ റോങ് വെച്ച് കയറിപ്പോകാം. അത് രാത്രി ഒരു 11 മണി കഴിഞ്ഞിട്ടേ പറ്റുള്ളൂ. പകൽ വരുവാണെങ്കിൽ ഈ ഹൈവേ ഓവർ ബ്രിഡ്ജ് വരുന്നതിൻ്റെ അവിടെ ഈ സർവീസ് റോഡ് തന്നെ പിടിച്ച് നമ്മൾ പോകണം. നമ്മളവിടെ ബോർഡ് വെച്ചിരുന്നുണ്ടോ, മധുരൈ, കോവിൽപ്പട്ടി, വിരുദനഗർ. ഈ സ്ഥലങ്ങളിലെല്ലാം വിരുദനഗർ, കോവിൽപ്പട്ടി, മധുരൈ എല്ലാം പോകുന്നത് ഈ ഹൈവേ കയറി നേരെ പോയാൽ ഒരു എടുക്കാണ്ടോ ഓട്ടോ സ്റ്റാൻഡ് ഉണ്ടോ? ഓട്ടോ സ്റ്റാൻഡാ വിഷയവാ. ഇവിടെ ശങ്കർ നഗറിലെ ബസ് സ്റ്റോപ്പാണ്. ശങ്കർ നഗർ ബസ് സ്റ്റോപ്പ്. ഈ കാണുന്നതാണ് ശങ്കറിൻ്റെ സൂപ്പർ കിങ് അക്കാഡമിയാണ് ഗൈസ്. അക്കാഡമി വെളിയിലുള്ളവർക്കൊന്നും അലോടല്ല. ശങ്കർ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ സ്റ്റാഫുകൾക്കെല്ലാം ഇവിടെ തന്നെ ക്വാർട്ടേഴ്സും കാര്യങ്ങളും എല്ലാം ഇവിടെ തന്നെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ അക്കാഡമി ഉണ്ട് ക്രിക്കറ്റിൻ്റെ. ഇവരുടെ പിള്ളേർ തന്നെ ഇവിടെ പഠിച്ച് അതുകൊണ്ട് ഈ കാണുന്ന നെറ്റ് പോലെ കണ്ടോ അതിനപ്പുറം അവിടെ ട്രെയിനിങ് നടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഇവിടുത്തെ പിള്ളേർക്ക് ഇവിടെ തന്നെ പെട്ടെന്ന് ഈ ആക്ടിവിറ്റിയിലേക്ക് ചേരാനും അവർക്ക് ക്രിക്കറ്റിലേക്ക് വരാനും ഒരുപാട് ചാൻസും അവസരങ്ങളും അവർ തന്നെ ഒരുക്കി കൊടുക്കുന്നു. അതുകൊണ്ട് ഇവിടാണ് മിക്ക ഈ സ്റ്റേറ്റ് മാച്ചുകളെല്ലാം നടക്കുന്നത്. അപ്പം ഇവിടെ ഗ്രൗണ്ടൊക്കെ ഉണ്ട്, അടിപൊളി ഒരു സ്റ്റേഡിയം ഉണ്ട്. അവിടാണ് ഏറ്റവും കൂടുതൽ ക്രിക്കറ്റ് മാച്ച് നടക്കുന്നത്. ഇടയ്ക്കൊക്കെ ഇവിടെ ഭയങ്കര തിരക്കാണ്. അപ്പം ഒരു ദിവസം മാച്ച് നടക്കുന്നതിൻ്റെ അന്ന് ഞാൻ നിങ്ങളെ വീഡിയോ എടുത്ത് കാണിക്കുന്നതായിരിക്കും. കാണുന്ന ഇട സൈഡിൽ ഈ കാണുന്നത് ഇതിൻ്റെ നമ്മുടെ ശങ്കറിൻ്റെ സ്കൂളാണ്. ഇവിടെ ഈ സ്റ്റാഫുകൾക്കായാലും ഇവിടെ ഉള്ളവർക്കൊക്കെ ഇവിടെ ഗവൺമെൻറ്റിൻ്റെ ആനുകൂല്യങ്ങൾ പോലെ തന്നെ എല്ലാ ആനുകൂല്യങ്ങളും ഉള്ള സ്കൂളാണ്. ശങ്കർ ഹയർ സെക്കൻഡറി സ്കൂൾ എന്നാണ് സ്കൂളിൻ്റെ പേര്. ഇതാണ് നമുക്ക് ട്യൂഷൻ അടിച്ച് പോകാനുള്ള ഓർമ്മ. ഇവിടുന്ന് റൈറ്റ് കട്ട് ചെയ്ത് വേണം വന്നിട്ട്. ഇങ്ങനെ കട്ട് ചെയ്യാൻ പാടില്ല ഗൈസ്. പിന്നെ അപ്പുറത്തെ വഴി ഇച്ചിരി കുഴിയായി വൃത്തികേടായിട്ട് കിടക്കുന്നത്. ഇതാണ് ഗൈസ് നമ്മുടെ മൂന്നാമത്തെ ഗേറ്റ്. ഈ ഗേറ്റ് വഴിയാണ് നമ്മൾ പാസ് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം കാലിക്ക് വന്ന് വണ്ടി കാണിച്ച് വണ്ടിയിൽ നമ്മൾ പാൻ്റ് അല്ലെങ്കിൽ
ഷോർട്സ് ആണോ ഉപയോഗിച്ചിരിക്കുന്നതെന്ന് അവർ വണ്ടി തുറന്ന് കാണിക്കണം. വണ്ടിയിൽ വേറെ ആളൊന്നും ഇല്ലെന്ന് കാണിക്കണം. ഹെൽമെറ്റ് ഉണ്ടെന്ന് കാണിക്കണം. ഇതെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളെ അവിടെ അകത്ത് കയറ്റി എടുത്തുള്ളൂ. അകത്ത് കയറിയിട്ട് നമുക്ക് അവിടെ ഒരു വേബ്രിഡ്ജ് ഉണ്ട്, കാലിക്ക് ആ വേബ്രിഡ്ജ് വെച്ചിട്ട് കാലിക്കിലോ വണ്ടിയുടെ വെയിറ്റ് നോക്കിയിട്ട് ഒരു 11 ടണ്ണ് കാണും. 11 ടണ്ണ് വെയിറ്റ് കാണും. അപ്പോൾ ആ ടണ്ണ് നോക്കിയിട്ട് വണ്ടി നേരെ ഈ മതിലിൻ്റെ സൈഡിൽ കൂടെ, ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന മതിലിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങോട്ട് വരാൻ വേണ്ടി ഒരു റോഡ് പോകും. ആ റോഡ് വഴി നമ്മൾ നേരെ ഈ സൈഡിൽ, ഇവിടെ ഇങ്ങനെ സൈഡിൽ ഒരു പാക്കറുണ്ട്. 1 2 3 4 പാക്കറുണ്ട്. ഈ 4 പാക്കറിൽ എവിടെയാണെന്നുള്ള, ഏത് പാക്കറിലാണെന്നുള്ളത് നമ്മുടെ പാസിൽ കാണും. അങ്ങനെ ഈ പാസ് നോക്കി നമുക്ക് ആ പാക്കറിൽ പോയി കിടന്നാൽ നമുക്ക് കയറ്റി തരാനുള്ള ലോഡൊക്കെ അവർ കയറ്റി തരുന്നതായിരിക്കും. ഇതാണ് നമ്മുടെ ശങ്കർ ഫാക്ടറി, ഇന്ത്യൻ സിമെൻറ്റ് ലിമിറ്റഡ് ഉണ്ടല്ലോ. ഓക്കെ ഗൈസ്, നമ്മളതിനകത്തേക്ക് ജോലി ചെയ്യണം. രണ്ടാമത്തെ ഗേറ്റ്, മെയിൻ ഗേറ്റ് ഒന്നാമത്തെ ഗേറ്റാണ് അപ്പുറത്തെ ഗേറ്റ്. അത് സ്റ്റാഫുകൾക്ക് മാത്രം കയറാനുള്ള ഗേറ്റ്. രണ്ടാമത്തെ ഗേറ്റും 3ാമത്തെ ഗേറ്റുമാണ് നമുക്ക് വേണ്ടിയുള്ളത്. മെയിനായിട്ട് നമുക്ക് 2ാമത്തെ ഗേറ്റാണ് പാർക്കിങ്, നമ്മുടെ ഓഫീസ്. ഇല്ല, അവിടെയാണ് ഓഫീസ്. ഈ ലോറികളുടെയൊക്കെ അപ്പുറത്താണ് ഓഫീസ്. മെയിനായിട്ട് ഓഫീസെല്ലാം അവിടെ. വണ്ടികളൊക്കെ കുറവാണ്, മിനിമം ക്രിസ്മസൊക്കെ ആയതുകൊണ്ട്. ഇവിടെ വന്നാൽ നമുക്ക് വണ്ടിയുടെ ഗ്യാപ്പ് കിട്ടത്തില്ല. ഗ്യാപ്പിട്ടുള്ള വണ്ടി മോളിക്ക് കൊണ്ടുവന്ന് ഒതുക്കിയിട്ട് അല്ലെങ്കിൽ മോളിക്കൊന്നും ഇട്ട കേസ് പണി. നമ്മളവിടെ യൂട്ടറെടുത്ത് കളിക്കുകയാണ് കേസ്. കാരണം ഇങ്ങനെ യൂട്ടറടിച്ച് എടുക്കാനൊക്കെ വല്ലപ്പോഴും ഒക്കെ നടക്കത്തുള്ളൂ. ഇല്ല, വണ്ടി തിരക്കില്ലാത്തപ്പോൾ. ഇന്നലെ ഞായറാഴ്ച ആയതുകൊണ്ടൊക്കെ തിരക്ക് കുറവ്. ഇതിപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ആകുമ്പോഴത്തേക്ക് നല്ല തിരക്കായിരിക്കും. ആയാലും കൊള്ളാം. നമ്മളങ്ങനെ പിന്നെയും ഫ്രണ്ടിൽ തന്നെ വന്ന് കഴിച്ചു. ഇതാണ് കഴിച്ച് ഇവിടുത്തെ അവസ്ഥ. നമുക്കൊരു കാര്യം ചെയ്യാം, എല്ലാ വണ്ടിയുടെ ഫ്രണ്ടിലോട്ട് ഉപയോഗിക്കാൻ കഴിച്ചു. അതായത് ബെറ്റർ ദാൻ ബെറ്റർ. ഉച്ചയ്ക്ക് എടുത്തുകൊണ്ട് പോകുന്ന ഒരു ബുദ്ധിമുട്ടായിരിക്കും. ഇവിടെ കിടക്കുന്ന പാസ് കിട്ടി ഉടനെ വണ്ടി എടുക്കുന്ന സ്ഥലം ഇവിടെ കിടന്നാൽ ഹലോ ഗായ്സ്, ഞാനാണ് അജിത്ത്. അപ്പോൾ എല്ലാവരും ചിലരൊക്കെ വീഡിയോയിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മുഖം കാണിച്ചൊരു വീഡിയോ ഒരു വ്ളോഗൊക്കെ ചെയ്യണമെന്ന്. അപ്പം ഞാനായിട്ട് ഇനി മുഖം കാണിച്ചൊരു വീഡിയോ എടുത്തില്ലെന്ന് വേണ്ട. അതൊക്കെ നമ്മളെ കണ്ടിരിക്കണ്ടേ, കൂടുതലും വെച്ച് കണ്ടാൽ പോലും ഒരു കയ്യിൽ കാണിക്കണ്ടേ. നമ്മൾ ശങ്കരെ വന്നിട്ട് നേരെ ഫുഡ് അടിക്കാൻ വേണ്ടി പോവാണ്. ഇതാണ് ശങ്കറിൻ്റെ സിമെൻറ്റ് ഫാക്ടറി. നമ്മൾ കണ്ടില്ലെന്ന് പറയുന്നത് ഇത് ഇന്ത്യൻ സിമെൻറ്റ് ലിമിറ്റഡാണ്. സെൽഫി ആയതുകൊണ്ട് വേറെ രീതിയിലായിരിക്കും കാണുന്നത്. അപ്പം ഞാനത് നിങ്ങളെ ഫ്രണ്ട് സൈഡ് പിന്നെ കറക്റ്റ് ഞാൻ എടുത്ത് കാണിക്കുന്നതായിരിക്കും. ഓക്കെ. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നമ്മൾ രാവിലെ വണ്ടി കൊണ്ടിട്ട് പാസ് ഇട്ട് ബില്ലും വെച്ച് തിരിച്ച് നമ്മൾ കാപ്പ് കുടിക്കാൻ പോവാണ്. കാപ്പ് കുടിക്കാൻ നമ്മൾ വന്ന വഴി തന്നെ അങ്ങോട്ട് പോകണം. ഇവിടുത്തെ ഓട്ടോച്ചേട്ടന്മാരൊക്കെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇത്രയൊക്കെ ഉള്ളൂ. നമ്മളാരും കണ്ടില്ലെന്ന് പറയല്. ഞാനാണ് ഗൈസ്. ഓക്കെ താങ്ക് യു വെരി മച്ച്. ഗൈസ്, ഇവിടുത്തെ റേഷൻ കട. ആൾക്കാർ റേഷൻ മേടിക്കാൻ നിൽക്കുന്നുണ്ട്. നമ്മളെ റേഷൻ കടയിലൊക്കെ മുന്നിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ധാരാളം ആൾക്കാരുണ്ട്. എല്ലാവരും ഇവിടുത്തെ ഇത് പോസ്റ്റ് ഓഫീസാണ് ഗൈസ്. പോസ്റ്റ് ഓഫീസ്
ഇവിടുത്തെ ആൾക്കാരെല്ലാം വൈബ് ആൾക്കാരാണ് ഗൈസ്. ഇതാണ് ഗൈസ് ഇവിടുത്തെ കട. മുടിവെട്ടട കാണിച്ചില്ലെന്ന് പറയല്. ഇതാണ് മുടിവെട്ടട. ഉണ്ടല്ലോ ATMൻ്റെ ഒക്കെ അവസ്ഥ ഉണ്ടോ? ഭയങ്കര ദോഷമാണ്. സൈക്കിൾ കട എന്താ ചെയ്യുക? ഒരു കടയുടെയൊക്കെ അവസ്ഥ ആണ്. ജിങ്കാന്നൊക്കെ പറഞ്ഞ് നടന്നു പോവുക. സൈഡിൽ തരത്തില്ല, പ്രശ്നം. ഇതാണ് ഗൈസ് നമ്മുടെ ശങ്കറിൻ്റെ ഫ്രണ്ടിലുള്ള കടകൾ ഇതൊക്കെയാണ്. നമ്മൾ കടയിൽ ചെന്നിട്ട് നമ്മൾ ഫുഡ് അടിക്കുന്ന വീഡിയോ നമ്മൾ കാണിക്കുന്നതായിരിക്കും. ഇവിടെ എന്തോ രാവിലെ കിട്ടുമോയെന്ന് അറിയത്തില്ല. എന്തെങ്കിലും വാങ്ങിച്ച് കഴിക്കണം. ഇതാണ് ഗൈസ് ഇവിടുത്തെ എല്ലാ ആശുപത്രി. ചായക്കടയിൽ വൻ തിരക്കാണ് ഗൈസ്. ചായക്കടയിൽ ഒടിഞ്ഞ തിരക്കാണ്. സൈഡ് കൊടുക്കുന്ന ചായക്കട പാട്ടൊക്കെ കേട്ടാൽ നമുക്ക് പിന്നെ ഒന്ന് കോപ്പിറൈറ്റ് ഒക്കെ വന്നാലും. മലക്കറിക്കട ഉണ്ടോ ഗൈസ്? മലക്കറിക്കടയാണ്. ഞാനിവിടുത്തെ ബസ് സ്റ്റോപ്പ്. കട പട്ടിയൊക്കെ വഴി കിടന്നുറങ്ങും. മൊബൈലിട ഗൈസ്, മൊബൈലിട കണ്ടിട്ട് കോഴിക്കടയുണ്ട്. ഇത് ഗൈസ് നമ്മുടെ ചായക്കടയാണ്. പഴയൊരു കടയായിരുന്നു, ഇപ്പോൾ അടിപൊളിയാക്കി കട. ഒരു രക്ഷയില്ല. അങ്ങനെ ചായയും സാധനങ്ങളും വലിയ ബ്ലോക്കൊക്കെ വെച്ചിട്ടുണ്ട്. പൂക്കട ഗൈസ്, പൂക്കട. ഈ പൂ പിടിച്ചില്ല. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യം. മലക്കറിക്കട ഗൈസ്, അമ്മയുടെ മലക്കറിക്കട. അടിപൊളി മലക്കറി ഗൈസ്. മലക്കറി അടിക്കില്ലാണ്. അയ്യോ, അങ്ങനെയൊക്കെയാണ് ഗൈസ് കാര്യങ്ങൾ. ഇതൊക്കെയാണ് ഇവിടുത്തെ കടകൾ. ഞാനും കണ്ടില്ല കേട്ടില്ല എന്ന് പറയും. ഗൈസ് നമ്മൾ കരിമ്പ് കുടിക്കാനെത്തി. കരിമ്പുണ്ട് ഗൈസ്, 15 രൂപയുള്ള ഗൈസ്. അവിടെ ഒരു കരിമ്പ് എന്നാൽ അവിടെ കുത്തിയിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ ഇപ്പം വരുമ്പോൾ നമുക്ക് കരിമ്പ് ജ്യൂസ് ഉണ്ടായി തരുന്നതായിരിക്കും. ഇവിടെ എന്താ കളറൊക്കെ കലക്കി വെച്ചിട്ടുണ്ട് ഗൈസ്. ഒന്നും കൊള്ളത്തില്ല, ഇതൊന്നും കുടിക്കലില്ല. ഉണ്ട് അല്ല, രണ്ട് 15 രൂപ ഗൈസ്. ഇതാണ് മെഷീൻ, കരിമ്പ് മെഷീൻ. കരിമ്പടിച്ച് ഇപ്പം തരുന്നതായിരിക്കും. അങ്ങനെ കരിമ്പടിച്ച് തന്നാൽ നമ്മളത് കുടിക്കുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, ഇതാണ് ഗൈസ് ശങ്കറിൻ്റെ ഫ്രണ്ട് വശം. സ്റ്റാഫുകളൊക്കെ പോകുന്ന വഴിയാണിത്. ഇതുവഴി നമുക്കൊന്നും അലൗഡില്ല. ഹൈ സെക്യൂരിറ്റീസാണ്. ഇത് ഇന്ത്യൻ സിമെൻറ്റ് ലിമിറ്റഡ് എന്നാണ് പേര്. ഇപ്പോൾ ഇത് അൾട്രാടെക് മേടിച്ചിരിക്കുക. ഇനിയിപ്പോൾ ജനുവരി മുതൽ നിയമങ്ങളൊക്കെ മാറുമെന്ന് പറയും. അപ്പോൾ ഇനി അൾട്രാടെക്കിൻ്റെ കളിയായിരിക്കും. പറഞ്ഞിട്ട് കാര്യമില്ല ഗൈസ്. പേരൊന്നും മാറത്തില്ലായിരിക്കാം. ചിലപ്പോൾ എന്തെങ്കിലും പേര് മാറ്റം വന്നേക്കാം. അതൊന്നും പറയാൻ പറ്റത്തില്ല. ഇതൊക്കെ വലിയ വലിയ ആൾക്കാരുകൾ തമ്മിലുള്ള ഡീലർഷിപ്പാണ് മക്കളെ. നമുക്കതൊന്നും தெரியாது. ഓക്കേ